അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും വർക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ വർക്കിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടി പോകുന്നതാണ്. അപ്പം ചാനൽ ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അങ്ങനെ ഒരു ഈവനിങ് ഒരു 4:30 ആയപ്പോഴാണ് ഞാൻ സാധനം വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഉപ്പാൻ്റെ കൂടെയാണ് പോണത്. ഞങ്ങൾക്ക് ഇവിടെ ടൗണിന് അടുത്ത് തന്നെയാണ്. അങ്ങനെ ആദ്യം നമുക്കൊരു ഹാമ്പറാണ് ഇന്ന് ചെയ്യാനുള്ളത്. അങ്ങനെ അതിക്ക് പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു, അതും കുറച്ച് പോളറോയിഡ്സും റിംഗ് ആൽബമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിനുള്ള പ്രിൻ്റ് എടുക്കാൻ പോയതാണ്. പിന്നെ ഞാൻ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിലേക്കാണ് പോയത്. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്, റെസിൻ്റെ ഐറ്റംസ്, അതേപോലെ നമുക്ക് എന്താ പറയുക, വർക്കിനാവശ്യമുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഹാമ്പർ ചൂസ് ചെയ്യാനും ഏത് ഹാമ്പറാണ് ഇപ്പോൾ കസ്റ്റമറിന് അയച്ചു കൊടുത്തൊരു കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹാമ്പർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ക് അയച്ചു തരണം. ഇതൊക്കെ ഹാമ്പേഴ്സാണ്. അങ്ങനെ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ്സ് വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു മഗ്‌രിബ് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6:30-7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വർക്കിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ടേബിളിൻ്റെ അവിടെ കൊടുന്ന് വെച്ച് കുടിക്കുകയാണ്. ഇടയ്ക്ക് കുടിക്കും ചെയ്യുക, പിന്നെ വർക്ക് ചെയ്യും ചെയ്യുക. കാരണം ചായ ഒന്നും കുടിക്കാതെ തന്നെ ഞാൻ പോയിട്ടുണ്ടായിനെ. കാരണം നാളെ തന്നെ കൊടുക്കും വേണം വർക്ക്. അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് റിംഗ് ആൽബം ചെയ്യാണ്ട് 2 റിംഗ് ആൽബം കുറച്ച് പോളറോയിഡ്സുമാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ലോഗോ പ്രിൻ്റ് എടുത്തതാണ്. നമുക്ക് വർക്ക് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് അങ്ങനെ ചെയ്താണ്. സ്റ്റിക്കർ ടൈപ്പ് അല്ല, സാധാ ലേസർ പ്രിൻ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം കസ്റ്റമർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വാച്ചും, പിന്നെ വാച്ച് കസ്റ്റമർ തന്നെ അയച്ചു തന്നാൽ കേട്ടോ. പിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടായിരുന്നു ഒരു മിനി ഫ്രെയിമും, അതേപോലെ തന്നെ ഒരു റിംഗ് ആൽബം, കുറച്ച് ചോക്ലേറ്റ്സുമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടായിരുന്നു. ഈ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് തീരെ ടൈമില്ലായിരുന്നു. കാരണം പെട്ടെന്ന് കിട്ടിയ വർക്കാണ്. ഒരു ഈവനിങ് കിട്ടി, പിന്നെ പിറ്റേ ദിവസം കൊടുക്കുവാണ്, അങ്ങനെ കിട്ടിയതേനും. അപ്പം ഇതിത്തെ ഞാൻ ആ ഹാമ്പറിൽ ഇങ്ങനെ വെച്ച് നോക്കണം എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുക. ഞാൻ ഷോപ്പിൽ നിന്നൊന്നും നോക്കിയിട്ടില്ലേനു, ടൈമില്ലേനി. അങ്ങനെ ഇപ്പം ഗാലക്സിയാണ് ഞാൻ അതിലേക്ക് ചോക്ലേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ള തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നേരെ അതിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിയിലായി പോവും. അപ്പം കുറച്ച് മുകളിലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ വാച്ചിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി തെർമോക്കോൾ അതിൽ സെറ്റ് ചെയ്യണം. വാച്ചിനുള്ള ഭാഗം ക്യാപ്പ് നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കണം. കാരണം വാച്ച് കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതിൽ വെക്കുമ്പം ആ ഒരു ബോക്സിന് ഹൈറ്റ് ഉണ്ട്. അത് വെച്ച് നോക്കിയപ്പോൾ അത് പാകില്ലിന്. പിന്നെയും ഞാൻ രണ്ടാമത് എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സൈസ് ഏറിപ്പോയി വെച്ചപ്പം. അങ്ങനെ പിന്നെ മിനി ഫ്രെയിമിനുള്ള പ്രിൻ്റ് അതിന് കട്ട് ചെയ്തതിന് ശേഷം ഫ്രെയിമിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ച് അതിനൊരു പൊടി പോലെ ഉണ്ടാവും, ഒരു വെള്ള പൊടി പോലെ ഉണ്ടാവും. അതൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രിൻ്റ് വെച്ച് അത് അടച്ച് അങ്ങനെ ഫ്രെയിം സെറ്റാക്കി കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യേണ്ടതിനത് പോളറോയിഡ് റിംഗ് ആൽബമാണ് അതിൽ വെക്കാണ്ടിരുന്നത്. അപ്പം നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തിന് അതിൽ ഏതോ ഒരു ഫോട്ടോ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊരു വിഷ് കാർഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഞാൻ റിംഗ് ആൽബം കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പോളറോയിഡ്സ് കട്ട് ചെയ്തതിന് ശേഷം വേണം അത് റിംഗ് ആൽബം ആക്കിയാണ്ട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ പോളറോയിഡ്സിൻ്റെ ഒരു ഓഫർ വീഡിയോ ഞാൻ ഓൾറെഡി ക്രാഫ്റ്റിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്രാഫ്റ്റ് പേജിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ID ഞാനിവിടെ എന്തായാലും വീഡിയോൻ്റെ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും DM ചെയ്യുക. അപ്പം അതിൻ്റെ ഓഫറിൽ പോളറോയിഡ്സിൻ്റെ ഓഫറിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് 36 മിനി പോളറോയിഡ്സിന് 130 ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം 17 ഒരു മീഡിയം സൈസ് പോളറോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതും 130 തന്നെയാണ്. എനിക്കാണെങ്കിൽ ശരിക്കും വോയിസ് ഓവറൊന്നും കൊടുക്കാൻ കഴിയില്ല, എനിക്ക് പനിയാണ്. അപ്പം സൗണ്ടിൽ ചെറിയൊരു ചേഞ്ചൊക്കെ ഉണ്ട്. പിന്നെ അപ്പം കുറേ ദിവസമായില്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, നല്ല മൈൻഡിൽ അപ്ലോഡൊക്കെയാണ്. ഇത് കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഇലക്ഷൻ്റെ ഇടയിലെയോ ആ ഒരു ഡേയിലാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പം ഇത്രയും ദിവസം ലാഗാക്കി ഒന്നാമത് എനിക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താ പനിയൊക്കെ ആയി അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാനങ്ങനെ എന്നാൽ പിന്നെ എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാക്കണ് നമ്മൾ ആ പോളറോയിഡ്സിന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഹോൾ പഞ്ചർ വെച്ചിട്ടാണത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. കാരണം നമ്മൾ റിങ് അതിൽ വെക്കുമ്പം കറക്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇടുമ്പോൾ നമ്മൾ പെന്നോണ്ടോ എന്തുകൊണ്ടെങ്കിലും മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ മാക്സിമം ഹോൾ ഇടാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ റിങ്ങിൽ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾ ഇട്ടത് വേറെ വേറെ മീൻസ് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിക്കാരം. അപ്പം നമുക്ക് മറിക്കുമ്പോൾ ഭയങ്കര ഒരു ടൈറ്റ് പോലെ തോന്നും. അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അത് ശരിക്കും നിൽക്കില്ല. അപ്പോൾ റിംഗ് ആൽബം റെഡി ആയിക്കണേ. പിന്നെ കസ്റ്റമർ ഫോട്ടോസ് കറക്റ്റ് 1, 2, 3 പറഞ്ഞാൽ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് വിട്ടതിന്. ഈ ഓർഡറിൽ തന്നെ വെക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ റിംഗ് ആൽബമൊക്കെ സെറ്റ് ആയതിനു ശേഷം പിന്നെ ഹാമ്പർക്ക് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം വാച്ചിൻ്റെ അവിടെ അതേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ആ തെർമോക്കോൾ അതിൻ്റെ മുകളിൽ വെച്ചാണ്ട് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു മിനി ഫ്രെയിമും പിന്നെ റിംഗ് ആൽബം കൂടി നമ്മൾ വെക്കണം. റിംഗ് ആൽബം ജസ്റ്റ് ആ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ തന്നെ പോസ്റ്റും കാര്യങ്ങളും ഞാൻ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്രാഫ്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID ഒന്നെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കണ്ടേ, എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.